ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു അവർ ചാനൽ ദ ഗോവൻ മലയാളി ഫാമിലി. സോ ഇതാണ് എൻ്റെ ഉമ്മ. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോവുകയാണ് നമ്മളെ ഗോവയിലുണ്ട് ഒരു നല്ലൊരു അക്വേറിയം. ഉമ്മാനെ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുപോയത്. അതുകൊണ്ട് ഉമ്മാൻ്റെ എക്സൈറ്റ്മെൻറ്റ് അങ്ങനത്തെ ലെവലായിരുന്നു. കാരണം ഇത്ര കൊല്ലം നമ്മൾ ഒരു അക്വേറിയം ഇങ്ങനെ പോയിട്ടുണ്ടായിട്ടാ. സോ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സ്പെഷ്യൽ പോയത്. ഞാനും എൻ്റെ വേറൊരു സിസ്റ്റർ, നമ്മൾ എല്ലാവരും ഒരു ഫാമിലിയായിട്ടൊക്കെ പോയതാണ്. സോ ഇവിടുന്ന് ഓരോരോ മീനിൻ്റെ വെറൈറ്റി കാണുമ്പോൾ മക്കളെ എന്താ ഒരു മജയായിരുന്നു കേട്ടോ. പിന്നെ കുട്ടികളുടെ ജാസ്തി എനിക്ക് തന്നെ എൻ്റെ ഉമ്മയാണ് അധികമായിട്ടും എൻജോയ് ചെയ്തത്. ബിക്കോസ് അവിടെ ഇത്ര വെറൈറ്റീൻ്റെ മീനുകളുണ്ടായിന്. സോ ബേസിക്കലി നമ്മൾ പ്ലാൻ ഉണ്ടായ വേറൊരു വാട്ടർഫാൾ കാണാൻ വേണ്ടിയിട്ട് പോകാൻ തന്നിട്ട്, നോട്ട് വാട്ടർഫാൾ, നമ്മൾ പ്ലാൻ ഉണ്ടായി വൈൽഡ് ലൈഫ് സെഞ്ചുറി കാണാൻ പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ നമുക്ക് മനസ്സിലായി അത് ക്ലോസ് ആണ്. 2 മാസമായി ക്ലോസ് ഉണ്ട്. ഗോവയിലത്തെ ഒരു വൈൽഡ് ലൈഫ് സെഞ്ചുറിയാണ് ബോണില. സോ റോട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ചിന്തിച്ച് എവിടെ പോവാം. അപ്പോൾ സിസ്റ്റർ പറഞ്ഞ് നമുക്ക് ഇവിടെ പോവാം അക്വേറിയമിൽ. അങ്ങനെയാണ് നമ്മൾ ഈ അക്വേറിയം എത്തിയത്. പക്ഷേ ഇവിടെ നോക്കിയിട്ടാകുമ്പോൾ പുറമേ നിന്ന് കാണാൻ അത്ര ഭംഗിയൊന്നും ഇല്ലെങ്കിലും അകത്ത് പോയിട്ടാകുമ്പോൾ മക്കളെ എന്താ മോനെ അത്. ലൈക്ക് ലിറ്ററലി ടേർട്ടിൽസ് ഉണ്ട് അവിടെ, വലിയ വലിയ ഫിഷ് ഉണ്ട്, ലോബ്സ്റ്റേഴ്സ്, ക്രാബ്, പിന്നെ ഓൾ ദിസ് ഗോൾഡ് ഫിഷ്. പിന്നെ ഈ മീൻ കണ്ടു, ഇത് ഞാൻ സത്യമായിട്ട് പറയാം, എൻ്റെ ജീവിതത്തിൽ ലൈവായിട്ട് ഇത്ര വലിയ മീൻ ഞാനും കണ്ടിട്ട്, എൻ്റെ ഉമ്മാവും കണ്ടിട്ട്, നമ്മുടെ ഫാമിലി ആരും കണ്ടിട്ട്. പിന്നെ എന്താ ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങിയതിന് ശേഷം ഞാൻ ഉമ്മല്ല പുറത്ത് വന്നിട്ട് ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിരുന്നല്ലോ, നല്ല ഫോട്ടോ വീഡിയോ എടുക്കാമല്ലോ പറഞ്ഞിട്ട്. പക്ഷേ ഉമ്മക്കറിയില്ലായിരുന്നത് ഫിഷ് മെർമെയ്ഡിൻ്റാണ് അവിടെ എന്താ ആക്കേണ്ടതെന്ന്. അന്നിട്ട് നമ്മൾ പറഞ്ഞ ഫോട്ടോ എടുക്കാറുണ്ട്. അമ്മ നിർത്തിപ്പിച്ച് കാണാൻ നല്ല ഭംഗിയില്ല ബാക്ക്ഗ്രൗണ്ടും പിന്നെ മെർമെയ്ഡെല്ലാം. നമുക്ക് നല്ല എൻജോയ് ചെയ്യുന്നു കേട്ടോ ആ ദിവസം. പിന്നെ ഇതാ ഇവിടെ കണ്ടോ, ഇത് ടിപ്പിക്കൽ ഞാൻ പറയാൻ പോയെങ്കിൽ ഗോവയിലത്തെ ഫിഷ് മാർക്കറ്റിൽ എങ്ങനെ ആൾക്കാർ ഇരിക്കുന്നത് അതേപോലെ സ്റ്റാച്ചു ആക്കിയിട്ടുണ്ട്. സോ നമ്മൾ ഇവിടെ മാപ്സ മാർക്കറ്റിലെല്ലാം പോകുമ്പോൾ, ഏതൊരു ഫിഷ് മാർക്കറ്റിൽ പോകുമ്പോൾ മോസ്റ്റ്ലി പെണ്ണുങ്ങളാണെങ്കിൽ ഇങ്ങനെ കുപ്പായിലിട്ടിട്ടുണ്ട്. ഓരോർക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നു, ഇപ്പോൾ അല്ല. ബീച്ചിലെല്ലാം ഫിഷ് എടുക്കുന്ന തൊണ്ടന്മാരെല്ലാം ഇങ്ങനത്തെ ഡ്രസ്സിലാണ് ഉണ്ടായത്. സോ അതിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ കാട്ടിച്ചിട്ട് ഉണ്ടത്. ഇതാ ഉമ്മ എന്താ ട്രൈ ചെയ്യുന്നത് എനിക്കറിയില്ല, പക്ഷെ നല്ല കോമഡി ആയിരുന്നു. കാരണം ഇത് കുറേ മാസം ശേഷം നമ്മൾ ഫുൾ ഫാമിലി ഔട്ടിങ്ങിന് പോയതാണ്. സോ അതുകൊണ്ട് എല്ലാവരും നല്ല എൻജോയ് ചെയ്തു. ഞാൻ, എൻ്റെ ഭർത്താവിൻ്റെ കുട്ടി, ഉമ്മ, സിസ്റ്റർ, അവരുടെ ഭർത്താവ്, അവരുടെ കുട്ടി, എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ നെക്സ്റ്റ് ഇവിടെ ഞാൻ കാട്ടിക്കാം, ഇതാണ് എൻ്റെ ഉമ്മ പിന്നെയും. കാരണം ഇന്നത്തെ ദിവസം ഉമ്മൻ്റെ മുടി കട്ടാക്കാണ് പോവുകയാണ്. കാരണം ഉമ്മൻ്റെ മുടി കണ്ടോ, നോക്ക് എങ്ങനെയുണ്ട്, നോക്ക് ഒരു ഇതില്ലാത്ത ഷേപ്പൊന്നും ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും. എനിക്കല്ല 10-15 കൊല്ലമായി എൻ്റെ ഉമ്മ മുടി ഒന്ന് കട്ടാക്കിയിട്ടാണ്. സോ ഞമ്മ ഡിസൈഡ് ചെയ്ത് നോക്കി ഞമ്മ ഇന്ന് മുടി കട്ടാക്കും. ഉമ്മാടി എത്ര പറഞ്ഞിട്ടാണ് കേട്ടോ. അതിന് ശേഷമാണ് ഉമ്മ പറഞ്ഞ് മുടി കട്ടാക്കാം, ഓക്കെ കട്ടാക്കാമെന്ന്. അല്ലെങ്കിൽ നോൺ. അപ്പോൾ ഇതാ ഞമ്മ എത്തി ബ്യൂട്ടി പാർലറിൽ. ആദ്യമായിട്ടാണ് ഉമ്മാൻ ഇങ്ങനത്തെ ഒരു ബ്യൂട്ടി പാർലർ ഞാൻ കൊണ്ടുവന്നത്. എൻ്റെ ആക്ച്വൽ പ്ലാൻ വേറൊരു ബ്യൂട്ടി പാർലറായിരുന്നു. പക്ഷേ അത് ക്ലോസ് ആയിക്കൊണ്ട് മൊമെൻറ്റിൽ നമുക്ക് ഇവിടെ വന്നു. സോ ഇവിടെ ബേസിക്കലി ഉമ്മാൻ്റെ ഹെയർ വാഷെല്ലാം ചെയ്തു. ഉമ്മ ആദ്യമായിട്ടാണ് ഈ എക്സ്പീരിയൻസ് ചെയ്തത്. സോ ഉമ്മ കുറച്ച് എക്സൈറ്റഡ് ആണ്, കാണാൻ കാട്ടിക്കുന്നില്ല, നല്ല എക്സൈറ്റഡ്. പിന്നെ ഇതാണ് ഞാനാണ് ഈ ഫുള്ള് വോയിസ് ഓവർ ഇടുന്നുണ്ടത്. എനിക്ക് കുറച്ച് ദിവസം ഞാനും നല്ല വീഡിയോയിലൊക്കെ വരും. ആടത്തോളം എൻ്റെ ഉമ്മ തന്നെ വീട് കണ്ടിട്ട് നിങ്ങൾ ആസ്വദിച്ചു കേട്ടോ. സോ യെസ്, ഉമ്മാൻ്റെ ഹെയർ വാഷ് ചെയ്തു. അതിനുശേഷം ഇപ്പം എന്താ ഫുള്ള് കട്ടിങ്. സോ ബേസിക്കലി പറയാൻ പോയെങ്കിൽ എൻ്റെ ഉമ്മ കുറേ കൊല്ലമായി, ലൈക്ക് ഉമ്മ സുഖമില്ലാത്തപ്പോൾ ഉമ്മാൻ്റെ മുടി പോകാൻ തുടങ്ങിയാണ്. അതിനുശേഷം എനിക്ക് തോന്നില്ല എൻ്റെ ഉമ്മ എപ്പോഴെങ്കിലും മുടി കട്ടാക്കിനാന്ന്. സോ പിന്നെ ഉമ്മക്കൊരു ആശ ഉണ്ടായി, എൻ്റെ മുടി വളരുന്നില്ല. സോ നമ്മൾ കുറേ വട്ടം പറഞ്ഞു ഉമ്മ മുടി കട്ടാക്കണം. പക്ഷേ ആ ഓൾഡ് തിങ്കിങ് ഉണ്ടാകുന്നില്ലേക്ക്, ഇപ്പം ഇല്ല മുടി കട്ടാക്കി മുടി വളരുന്നില്ലാങ്കിലോ, അങ്ങനത്തെ ഒരു ചിന്ത എൻ്റെ ഉമ്മേനെ തലക്ക് ജാസ്തി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഉമ്മ കട്ടാക്കാറുണ്ടായിട്ട്. പക്ഷേ ഇപ്രാവശ്യം ഞാനും എൻ്റെ സിസ്റ്ററിനെ പറഞ്ഞ് ലൈക്ക് ഓൾമോസ്റ്റ് 1 ഇയർ ഉമ്മാൻ്റെ ബാക്കിൽ അതിന് ശേഷമാണ് ഉമ്മയിന്ന് മുടി കട്ടാക്കിയത്. പിന്നെ എന്താ ഇപ്പം നോക്കുമല്ലോ, ആളുടെ ഒരു ലുക്കെന്ന് മാറിയിട്ട് കാണും നിങ്ങൾക്ക്. എൻ്റെ ഉമ്മാൻ്റെ മുടി ഫുള്ള് കർലിയാണ്, കേൾസ് ഉണ്ടാകൊണ്ട് സ്ട്രേറ്റ് എത്ര ചെയ്തെങ്കിലും പയ്യെ ഫുള്ള് കർലായിട്ട് തന്നെ വരും. അതുകൊണ്ടാണ്. സോ വാഷ് ചെയ്തു, നല്ല കട്ടും കൊടുത്ത് ഇനിയിപ്പോൾ ഡ്രയറിൽ ഫുള്ള് ഡ്രൈയറിലാക്കിയിട്ട് നല്ല ഷേപ്പ് കൊടുക്കേണ്ട ഇതിലാണ് ഉണ്ടത്. സോ മൊത്തം പറഞ്ഞാൽ ഈ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഈ ഫുള്ള് ഹെയർ കട്ട് ചെയ്യേണ്ടത്, അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെയാണ്. പിന്നെ ഉമ്മ ആദ്യമായിട്ട് ഇങ്ങനത്തെ ചെയ്യുന്നത് പറയുമ്പോൾ ഉമ്മാൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഡിഫറെൻറ്റ് ഉണ്ടായിന്. കട്ടാക്കുമ്പോൾ അത്രയൊന്നും എക്സൈറ്റ്മെൻറ്റ് കാട്ടിച്ചിട്ടാ. പക്ഷേ അതിനുശേഷം വീട്ടിൽ വന്നിട്ട് ഉമ്മാനത്തെല്ലാം പറഞ്ഞ് നല്ല ഉണ്ടായിന്, എനിക്ക് ഇഷ്ടപ്പെട്ട്,
കുറേ ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ, പക്ഷെ ഞാൻ ചെയ്തിട്ടാ. ഇനി അടുത്ത പ്രാവശ്യം നിൽക്കില്ല. ഇനി നമുക്ക് 3 മാസത്തിൽ നമുക്ക് മുടിയെല്ലാം കട്ടാക്കാം. അങ്ങനെയാണ് ഉമ്മാൻ്റെ ഒരു പറച്ചിലിപ്പ് ഉണ്ടായത്. സോ അതാണ് ഞാൻ പറയുന്നത്, എനിക്ക് എത്ര കൊല്ലമായെങ്കിലും ലേറ്റായെങ്കിലും ഒരു സമയം വരും അപ്പോൾ നിങ്ങൾക്ക് തോന്നില്ല എക്സൈറ്റഡിൽ ചെയ്യണമെന്ന്, അപ്പോൾ ചെയ്തോണോ. എൻ്റെ ഉമ്മക്ക് വയസ്സായെങ്കിലും അവരൊരു എക്സൈറ്റ്മെൻറ്റ് ഇതാ ഇങ്ങനെ കട്ടാക്കിയിട്ടാകുമ്പോൾ ഉമ്മ ഫുള്ളൊരു ഹാപ്പി അല്ലേ. ലൈക്ക് ഇപ്പോൾ കാണാൻ കുറച്ച് ഡിഫറെൻ്റാണ്, കാരണം നമുക്ക് ശീലമില്ലാത്തത് കൊണ്ടാണ്. പക്ഷേ ഈ ലുക്ക്, ഇതൊരു കട്ട് ഉമ്മൻ്റെ ലൈഫ് മാറുന്ന പോലെയാണ്. ബിക്കോസ് ഒരിക്കലും ചെയ്യാത്തത് ഇപ്പം ഉമ്മ ചെയ്തിട്ട് ആ ഒരു സന്തോഷം വേറെ തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം ഈ മുടി കട്ടക്കിന് ശേഷം നമ്മൾ ജാസ്തി ഒന്നും ചെയ്തില്ല. ഞാൻ മാർക്കറ്റിൽ പോയി നല്ലൊരു ജാക്ക് ഫ്രൂട്ട് ചക്ക നമ്മൾ മേങ്ങി വീട്ടിൽ പോയ ശേഷം നമ്മൾ നല്ല വാങ്ങൽ കഴിച്ചു. സോ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നിങ്ങൾ അടുത്ത പ്രാവശ്യം കാണാം അടുത്ത വീഡിയോയിൽ. അടുത്തോളം ടാറ്റ, ബൈ ബൈ, സി യു നെക്സ്റ്റ് ടൈം, ബൈ.